ഞാൻ പറയാറുള്ളത് മഞ്ജുളയുടെ മാല ഭഗവാന് കിട്ടിയില്ല അല്ല, അന്നത്തെ ദിവസം ഭഗവാൻ മഞ്ജുളയുടെ മാല പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ ആ മാല കിട്ടിയില്ല. അപ്പോൾ ഭഗവാന് സ്വാഭാവികമായിട്ട് എന്ത് വരും? വിഷമം വരും. അപ്പോൾ ഭഗവാന് സങ്കടമായല്ലോ എന്ന് കരുതിയിട്ടാണ് ആര് കരഞ്ഞത്? മഞ്ജുള കരഞ്ഞത്. അല്ലാതെ എനിക്ക് മാല ചാർത്താൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടല്ല. അങ്ങനെ പറയുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? നമുക്കാണ്, അല്ലെങ്കിൽ എൻ്റെ വിഷമം എന്നുള്ളതിനാണ്. രണ്ടാമത് പറയുമ്പോൾ ഭഗവാന്റെ വിഷമം എന്നുള്ളതിനാണ്. അതിനാണ് എപ്പോഴും നമ്മൾ കൂടുതൽ ഉയർച്ച കാണിക്കേണ്ടത്. അപ്പോഴാണ് ഒരു മഹാത്മാവ് അങ്ങോട്ട് വരികയും അദ്ദേഹം പൂന്താനാണെന്ന് പറയുന്നുണ്ട്. മഞ്ജുളോട് പറയുന്നു, വിഷമിക്കൊന്നും വേണ്ട, അത് ഭക്തിയോടുകൂടി ഈ ആൽത്തറയിൽ ചാർത്തിക്കോളൂ, അത് ഭഗവാൻ സ്വീകരിക്കും. ഭഗവാനെ വളരെയധികം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ മാല ആൽത്തറയിൽ ചാർത്തുകയും പിറ്റേ ദിവസം രാവിലെ നിർമ്മാല്യത്തിന് ഗുരുവായൂരപ്പൻ്റെ നട തുറന്ന സമയത്ത് ആ മാല അതുപോലെ ഭഗവാന്റെ വിഗ്രഹത്തിനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ തവണ ഇത് എടുക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും ആ മാല വീണ്ടും ഭഗവാന്റെ വിഗ്രഹത്തിൽ പോയി വീണു അത്രേ. അവസാനം മഞ്ജുള തന്നെ മുമ്പിൽ വന്ന് കൈ നീട്ടിയപ്പോൾ അത്രേ ഭഗവാൻ അതെടുത്തിട്ട് തിരിച്ചു കൊടുത്തത്.